പല വിഷയങ്ങൾ കേരളത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് ചില നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകൾ പല പരിഷ്കാരങ്ങളിൽ നിന്നും പിന്നാക്കം പോകാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്നുള്ളൊരാശയം, സെക്സ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇപ്പോൾ നേരത്തെ ഈ സ്കൂൾ സമയക്രമം നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൽ നിന്ന് പിന്നാക്കം പോയിട്ടില്ല, അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഹൈക്കോടതി ഉത്തരവും അതിന് പിന്നിലുണ്ട്. ഇപ്പോൾ ഇത് സൂംബ ഡാൻസ്, അതുമായി ബന്ധപ്പെട്ടും മത സമുദായ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ആശങ്കകൾ ഉയരുകയാണ്. സൂംബ ആശങ്ക വേണോ? ആശങ്ക വേണമെന്ന് മാത്രമല്ല, സർക്കാർ പിന്നോട്ട് പോയി കഴിഞ്ഞു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പറഞ്ഞത്, CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു, വേണ്ടവർക്ക് സൂംബ, വേണ്ടാത്തവർക്ക് വേറെന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഞങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പറഞ്ഞു കഴിഞ്ഞു. ഇതുവരെ ഇതിനകത്ത് അഭിപ്രായപ്പെട്ടത് ചില നേതാക്കൾ മാത്രമാണെങ്കിലും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ പ്രതികരണം വരേണ്ട സമയം കഴിഞ്ഞു. ഞാൻ അതിനെ കുറ്റകരമായ മൗനം എന്നാണ് ഞാൻ പറയുക. പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. തീരുമാനത്തിലേക്ക് സർക്കാർ ഒരു തവണ കൂടി പണ്ട് മതമില്ലാത്ത ജീവൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ പാഠം 7ാം ക്ലാസ്സിൽ വന്നതിന് തുടർന്ന് ഇവിടെ ഉണ്ടായ വലിയ പുകൽ ഓർമ്മയുണ്ടല്ലോ. അന്നടക്കം ഇവരെല്ലാവരും പതുക്കെ എങ്ങനെയാണ് അവസാനം ആ പുസ്തകത്തിലെ ആ പാഠഭാഗം പാടില്ല എന്ന് പറഞ്ഞ് എത്തിയെന്ന് ഓർമ്മയുണ്ടാകുമല്ലോ. അന്ന് വലിയ സമരമായിരുന്നു. അന്നൊരു തമാശ കൂടെയുണ്ട്. അന്ന് ഈ 7ാം ക്ലാസ് പാഠപുസ്തകം കേരളം മുഴുവൻ കത്തിക്കുകയായിരുന്നു. ഒരിടത്ത് പാഠപുസ്തകം കിട്ടാനില്ല. അപ്പം 4ാം ക്ലാസ്സിലെ 3ാം ക്ലാസ്സിലെ കൂടെ പാഠപുസ്തകം ഒരുമിച്ച് വെച്ച് കത്തിച്ചു എന്നൊരു കഥയുണ്ട്, ഒരു സംഘടന. എനിവേ, അതൊരു ജോക്കാണ്. ഈ കാര്യത്തിൽ മതസംഘടനകൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന മുസ്ലിം സമുദായ നേതാക്കളും അതുപോലെ തന്നെ മുസ്ലിം ലീഗുമാണ് ഞാൻ നാളെയും മറ്റന്നാളുമായിട്ടൊക്കെ കാണാൻ പോകാം. സർക്കാർ എന്തായാലും അതിന് കാത്തു നിൽക്കുന്നില്ല. ഇതിനകത്ത് സൂംബ എന്ന കാര്യത്തിൽ അവർ പിന്നോട്ട് പോയി കഴിഞ്ഞു. ഒരു പക്ഷേ കുറച്ചുകൂടെ സൂക്ഷിച്ച് ഈ കാര്യം കൈകാര്യം ചെയ്താൽ ഇത് തീരുമായിരുന്നു. സൂംബ ഇവർ അംഗീകരിക്കുമായിരുന്നു? ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. പ്രശ്നം ഇവിടെ അല്പവസ്ത്രമോ അല്ലെങ്കിൽ എക്സസൈസോ ഇതൊന്നുമല്ല, സംഗീതവുമല്ല ഇവിടുത്തെ പ്രശ്നം. ആണും പെണ്ണും ഒരുമിച്ച് വരാൻ സാധ്യതയുള്ള ഒരു കാര്യം, നൃത്ത ചുവടുകൾ വയ്ക്കുന്നൊരു കാര്യം. അപ്പം ഇന്ന് രാവിലെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ ആളുകൾ പറഞ്ഞൊരു അഭിപ്രായ പ്രകടനമുണ്ട്. ഈ നൃത്തം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അത് DJ പാർട്ടിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡാൻസ് ഒരു പ്രശ്നമാണ്. അതൊന്നും കുട്ടികളെ പഠിപ്പിക്കുന്നത് തന്നെ ശരിയല്ല. ഇതൊക്കെയാണ് ഈ ആളുകൾ ഉന്നയിക്കുന്ന ആശങ്കയുടെ ഒരു പ്രശ്നം. അപ്പോൾ നമുക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കേണ്ടതുണ്ടല്ലോ. ഈ സൂംബ വന്നാൽ അങ്ങനെ ഡാൻസൊക്കെ പിള്ളേർ പഠിച്ചു കളയോ? പഠിച്ചു കളയും. ചിലപ്പോൾ നാളെ DJ പാർട്ടിക്ക് പോയെന്നും വരും. അതിന് കേരളം തയ്യാറാണോ? അതിന് കേരളം തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഈ ബൈബിളിലെ ഒരു വാചകമുണ്ട്, ഒന്നുകിൽ ശീതവാനാകാം അല്ലെങ്കിൽ ഉഷ്ണവാനാകാം, മിതശീതോഷ്ണവാനാകാൻ പറ്റില്ല. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കേരളം ഒരു വലിയ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് മുമ്പോട്ട് നടന്നത് ഇതുപോലെയുള്ള ഒരുപാട് സമരങ്ങളിലൂടെയാണ്. മാറുമറയ്ക്കാനുള്ള സമരം മുതൽ ഒരുപാട് സമരങ്ങളുടെ മുന്നോട്ട് വന്ന് ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു. ആ സമയത്ത് നൃത്തച്ചുവടുകൾക്കനുസരിച്ച്, സംഗീതത്തിനനുസരിച്ച് നൃത്തച്ചുവടുകൾ വെച്ച് ഡാൻസ് ചെയ്യാനുള്ള ഒരു പുതിയ ഒരു എക്സസൈസാണിത്. ഇത് നൃത്തവും സംഗീതവും സിരകളിൽ ലഹരിയായി വരുന്ന ലാറ്റിൻ അമേരിക്കയിൽ നിന്നാണ് ഈ സൂംബ എന്ന് പറഞ്ഞ സംവിധാനം വരുന്നത്. സൂംബ എന്ന സംവിധാനം കൊണ്ടുവരുന്നത് ആൽബർട്ടോ പെറസ് എന്ന് പറയുന്ന കൊളംബിയയിലെ ഒരു കൊറിയോഗ്രാഫറാണ്. അദ്ദേഹം അബദ്ധത്തിൽ കണ്ടുപിടിച്ച ഒരു നൃത്തരൂപം. കയ്യിൽ എറോബിക് സംഗീതം ഇല്ലാതെ വന്നപ്പോൾ ലാറ്റിൻ അമേരിക്കൻ സംഗീതം അദ്ദേഹം എടുത്തിരുന്നു. അത് പതുക്കെ ക്ലിക്കാവുന്നു. 2001 ആകുമ്പോഴേക്കും ഇതിനൊരു രൂപം വരുന്നു. അങ്ങനെയാണ് സൂംബ ലോകത്തെത്തുന്നത്. പിന്നെ ഒരു 10-20 വർഷം കൊണ്ട് മൊത്തം വ്യാപിക്കുകയാണ്. അപ്പോൾ നൃത്തവും സംഗീതവും ഇതിൻ്റെ അടിസ്ഥാനം തന്നെയാണ്. നിങ്ങൾക്കിതിനെ എക്സസൈസ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. വെറും എക്സസൈസ് അല്ല സൂംബ. പക്ഷേ അങ്ങനെ ഒരു പുതിയൊരു കാലത്ത്, ഇപ്പോൾ ഒരു 15 വർഷം മുമ്പ് നൃത്തം ചെയ്യുന്ന കുട്ടികൾ, മനുഷ്യർ കേരളത്തിലുണ്ടായിരുന്നു. വലിയ അപൂർവമായിരുന്നു. എന്തിനാ നമ്മളെക്കുറിച്ച് പറയുന്നതിനെ കടൽ കാണാൻ പോകുന്ന മനുഷ്യരെന്നാണ്. മലയാളി കടലിൽ ഇറങ്ങില്ല. ശംഖുമുഖത്തൊക്കെ, തിരുവനന്തപുരത്തൊക്കെ നിന്ന് ശംഖുമുഖത്തൊക്കെ പോയി കടൽ കണ്ടുകൊണ്ട് നിൽക്കും. അവിടെ നിന്ന് കടലിലിറങ്ങുന്ന മനുഷ്യരായി, വിവാഹവേളകളിൽ നൃത്തം ചെയ്യുന്ന മനുഷ്യരായി. നമ്മൾ മാറി മാറി വരികയാണ്. അതിൻ്റെ ഭാഗമായി നൃത്തവും സംഗീതവും ഇടകലർന്നു വരുന്ന ഒരു എക്സസൈസ് രീതിയെ ജനം 2 കൈയും പുണർന്ന് സ്വീകരിക്കുകയാണ്. വെളുപ്പാൻ കാലത്ത് 4:30ക്കും 5 മണിക്കും നടക്കാൻ പോകുന്ന സ്ത്രീകൾ കേരളത്തിലുണ്ടായിരുന്നു? അതില്ല. അതിപ്പോഴാണ് ഉണ്ടായത്. അങ്ങനെ കാലം മാറി വരുമ്പോൾ, പുതിയ കാലത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ ഒരു കാലത്തും ഇവിടുത്തെ മത നേതൃത്വം തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സൂംബ ഒരു കാരണവശാലും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമുക്കും തിരിച്ച് ഒരു മറ വയ്ക്കാതിരിക്കാം. ഇത് വെറും ഒരു എക്സസൈസ് അല്ല.
ഇത് നൃത്തവും സംഗീതവും ഒക്കെയുള്ള ഒരു 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 എക്സസൈസ് രീതിയാണ്. ആ രീതി പഠിക്കുന്ന കുട്ടികൾക്ക് നൃത്തം ചെയ്യാനുള്ള അറപ്പ് മാറും. അവർ നാളെ ചിലപ്പോൾ നൃത്തം ചെയ്തെന്ന് വരും, ചിലപ്പോൾ ആണും പെണ്ണും ഒരുമിച്ച് നൃത്തം ചെയ്തെന്ന് വരും. അതൊക്കെ താങ്ങാനുള്ള ശേഷി കേരള സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഉണ്ടായാൽ എന്തൊക്കെയോ സംഭവിക്കും എന്നുള്ള പേടിയിൽ നിന്നാണ്. ആ പേടി ശരിയാണ് കേട്ടോ, അതുണ്ടാവും. പക്ഷേ അത് ഉണ്ടാകണം എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ ആവശ്യം. അവിടെയാണ് പ്രശ്നം. ആ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും? സൂംബ ഡാൻസ് സ്കൂളുകളിൽ നടത്തിയാൽ ചിലപ്പം അവർ ഈ പറഞ്ഞ പേടിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും. നൃത്തം ചെയ്യാനുള്ള അറപ്പ് മാറിയ കുട്ടികൾ നൃത്തം ചെയ്തെന്ന് വരും, പുറത്തുപോയി. താങ്ങുമോ കേരളം? അതാണ് എൻ്റെ ചോദ്യം. Meet the editors.